ഹലോ എവ്രി വൺ. ആകാശം എന്ന കഥയുടെ 29ാമത്തെ പാർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഉടൻ തന്നെ കഥയിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരോടും പറയട്ടെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമുക്കുടൻ തന്നെ കഥയിലേക്ക് കടക്കാം. കിരൺ ദേഷ്യത്തോടെ അനുപമയുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടന്നു. പ്രോഗ്രാം ഹാളിൽ കിരൺ ക്രിസ്റ്റിയുടെ അടുത്തേക്കെത്തി. ക്രിസ്റ്റി, എനിക്കല്പം തിരക്കുണ്ട്. തൽക്കാലം ഇപ്പോൾ ഞാൻ ഇറങ്ങാണ്. റംസാനോട് നീ പറഞ്ഞാൽ മതി ഞാൻ പോയെന്ന്. എടുത്ത ഫോട്ടോസും വീഡിയോസും എല്ലാം എഡിറ്റ് ചെയ്ത ശേഷം ഞാൻ അവന് അയച്ചു കൊടുത്തോളാം. കിരണിൻ്റെ വാക്കുകളിൽ എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് എന്ന് ക്രിസ്റ്റിക്ക് തോന്നി. അവൻ കാര്യം അന്വേഷിക്കാനായി റംസാൻ്റെ അടുത്തേക്ക് നീങ്ങി. കിരണും അനുപമയും പുറത്തേക്കിറങ്ങി നടന്നു. കാർ ഇരുട്ടിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അനുപമ കിരണിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ആലിസാൻറ്റി പറഞ്ഞത് ശരിയാണോ? ഒരു പ്രത്യേക താല്പര്യം കിരൺ സാറിന് തന്നോടുണ്ടോ? ആ സമയത്ത് അദ്ദേഹം വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു തൻ്റെ അവസ്ഥ? ജീവിതം കൈവിട്ടു പോയേനെ. അവൾക്ക് ആദ്യമായി കിരണിനോട് എന്തോ വല്ലാത്തൊരു മതിപ്പ് തോന്നി. ഭയങ്കര ദേഷ്യക്കാരനാണെങ്കിലും ഉള്ളിലിയാൾ വളരെയധികം സോഫ്റ്റായ ഒരു വ്യക്തിയാണ്. കിരൺ കണ്ണാടിയിലേക്ക് നോക്കിയപ്പോഴെല്ലാം അനുപമ തന്നെയാണ് ശ്രദ്ധിക്കുന്നതെന്ന് അവന് തോന്നിയിരുന്നു. അവനൊന്നും സംസാരിക്കാതെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അന്ന് പുലർച്ചെ അനുപമയെ ഹോസ്റ്റലിലാക്കിയ ശേഷം കിരൺ അവൻ്റെ വീട്ടിലേക്കാണ് പോയത്. പോയപാടെ തന്നെ അവൻ റൂമിൽ ചെന്ന് കയറി കിടന്നു. പുലരാനായിരിക്കുന്നു. കഴിഞ്ഞുപോയ പല സംഭവങ്ങളും അവൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. എല്ലാം അനുപമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരുന്നു. എത്ര മായ്ക്കാൻ ശ്രമിച്ചിട്ടും ആ കുസൃതി നിറഞ്ഞ കണ്ണുകൾ അവൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വന്നുകൊണ്ടേയിരുന്നു. ഉച്ചയ്ക്ക് മുൻപായി ഗായത്രി കിരണിൻ്റെ റൂമിന് പുറത്തെത്തി. വാതിലിൽ തട്ടി അവനെ വിളിക്കാൻ തുടങ്ങി. പുലർച്ചെ അവൻ കയറി വന്നപ്പോൾ തനിക്കവനോട് കൂടുതലായൊന്നും സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വൈകി വന്ന് കിടന്ന് ഉറങ്ങിയതിനാൽ കിരൺ ഉണർന്നിരുന്നില്ല. മമ്മ പുറത്തുനിന്ന് തന്നെ വാതിലിൽ തട്ടി വിളിക്കുന്നത് കേട്ട് അല്പമൊരു ഉറക്കച്ചടവോടെ തന്നെ അവൻ എഴുന്നേറ്റ് വന്നു. എന്താണ് മമ്മ? ഞാൻ ഇപ്പോൾ വന്ന് കിടന്നേ ഉള്ളൂ, ഇത്തിരി കൂടി കിടക്കട്ടെ. അവൻ വാതിൽ തുറന്നു കൊടുത്ത ശേഷം വീണ്ടും പോയി കട്ടിലിലേക്ക് തന്നെ വീണു. കിരൺ, സമയം 12 ആയിരിക്കുന്നു. നീ എഴുന്നേറ്റൊന്ന് കുളിച്ചേ, അപ്പോൾ ഈ ഉറക്കമൊക്കെ മാറിക്കിട്ടും. വൈകിട്ട് 3 മണിക്ക് ശ്വേത എയർപോർട്ടിൽ ഇറങ്ങും. താൻ വേണം അവളെ പിക്ക് ചെയ്തിട്ട് വരാൻ. ഭദ്രേട്ടൻ ഇപ്പോഴും വിളിച്ചിരുന്നു. കിരണിനെ പറഞ്ഞയക്കാമെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞു പോയി. ഗായത്രി അവനെ കിടക്കാൻ സമ്മതിക്കാതെ വീണ്ടും പിടിച്ചെഴുന്നേൽപ്പിച്ചു. ശ്വേത എന്തിനാ ഇപ്പോൾ വരുന്നത്? അവൾക്ക് ക്ലാസ് കഴിഞ്ഞോ? അവൻ പെട്ടെന്നവൾ വരുന്നത് എന്തിനാണെന്ന് ഗായത്രിയോട് ചോദിച്ചു. അവൾക്കിവിടെ വരേണ്ട എന്തോ ആവശ്യമുണ്ട് കിരൺ. അത്രയും പറഞ്ഞ് ഗായത്രി പെട്ടെന്ന് അവിടെ നിന്നും മാറിപ്പോയി. ഉച്ചഭക്ഷണം കഴിഞ്ഞ് കിരൺ കാറുമെടുത്ത് എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. ഏറെ നേരം ഡ്രൈവ് ചെയ്ത് അവൻ എയർപോർട്ടിൽ എത്തിച്ചേർന്നു. അവിടേക്കെത്തി അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ശ്വേത അവനരികിലേക്ക് വന്നെത്തിയിരുന്നു. അവൻ നിറഞ്ഞ പുഞ്ചിരിയോടെ അവളെ സ്വീകരിച്ചു. മമ്മയുടെ ജ്യേഷ്ഠനായ ഭദ്രൻ്റെ മകളാണ് ഇവൾ. മാത്രമല്ല തൻ്റെ പപ്പയായ ബാലചന്ദ്രൻ്റെ ഉറ്റ സുഹൃത്താണ് ഭദ്രൻ സാർ. എല്ലാം കൊണ്ടും തന്നെ വളരെ ഉത്തരവാദിത്വത്തോടെ തന്നെ കിരൺ അവളെയും കൂട്ടി വീട്ടിലേക്ക് പുറപ്പെട്ടു. കിരൺ, തൻ്റെ പുതിയ റിസോർട്ടിൻ്റെ വിശേഷങ്ങളൊക്കെ എന്താ? ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എല്ലാം തൻ്റെ റിസോർട്ടിൻ്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. അമേസിങ്. എനിക്ക് വളരെയേറെ അഭിമാനം തോന്നി. അവിടെ ചെന്ന് അത് നേരിട്ട് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കിരൺ അവളോടൊന്ന് പുഞ്ചിരിച്ചു. അതിനെന്താ, തനിക്ക് എപ്പോൾ വേണമെങ്കിലും അവിടേക്ക് വരാം ശ്വേത. ഞാൻ പെർമിഷൻ തന്നിരിക്കുന്നു. അവനത് പറഞ്ഞപ്പോൾ ശ്വേത വീണ്ടും പുഞ്ചിരിച്ചു. ഏതു സമയത്തും നിനക്കെന്നെ പ്രതീക്ഷിക്കാം കിരൺ. ഞാൻ എൻ്റെ വീട്ടിലേക്കല്ല പോണത്. എന്നോട് ഗായത്രി ആൻറ്റി അവിടെ നിങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത്. കാർ അതിവേഗം കിരണിൻ്റെ വീട്ടിലേക്ക് പാഞ്ഞു പോയിക്കൊണ്ടിരുന്നു. ശ്വേതയെ വീട്ടിൽ കൊണ്ടാക്കിയ ശേഷം കിരൺ റിസോർട്ടിലേക്ക് തിരിച്ചുപോയി. എന്താ ശ്വേത, തനിക്കൊട്ടും ശ്രദ്ധയില്ലല്ലോ. കിരൺ റിസോർട്ടിലേക്ക് പോവാണെങ്കിൽ തനിക്കും അവനൊപ്പം പോയിക്കൂടായിരുന്നോ? ഗായത്രി അവളെ വഴക്ക് പറഞ്ഞു. എങ്ങനെ ആൻറ്റി, അവൻ അത്രയ്ക്ക് ഓപ്പണായി സംസാരിക്കുന്ന ആളല്ല. ഞാൻ ഇടിച്ചു കയറി എങ്ങനാ അവനോട് വല്ലതും പറയുന്നത്?
ആൻറ്റി ഒന്ന് ക്ഷമിക്കേ, സാവധാനം എല്ലാം ശരിയാവും. ഞാൻ പതിയെ കിരണിനെ എൻ്റെ വലയിൽ കൊണ്ടുവന്നോളാം. അതുവരെ ആൻറ്റി ഒന്ന് ക്ഷമിക്കേ. അവൾ ഗായത്രിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നീ സാവധാനം കാത്തിരുന്നോ. അവൻ റിസോർട്ടിലേക്ക് ഇത്രയും ധൃതിപ്പെട്ടു പോയത് അനുപമയെ കാണാനായിരിക്കും. ഗായത്രിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്താ ആൻറ്റി, ആൻറ്റി എന്തൊക്കെയായി പറയുന്നത്? ഇത്രയ്ക്ക് അപകടം പിടിച്ച ആളാണോ അനുപമ? ശ്വേതയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ആകാശം കഥയുടെ അടുത്ത ഭാഗവുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.